ഭാരതസഭയുടെ ഉത്ഭവത്തിന് വിശുദ്ധ തോമാ ശ്ലീഹായുടെ പ്രേഷിത പ്രവർത്തനത്തോട് അഭേദ്യ ബന്ധമുണ്ട്. മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ഭാരതത്തിലെ പുരാതന ക്രൈസ്തവ സമൂഹം ക്രിസ്താബ്ദം 1-ാം നൂറ്റാണ്ടു മുതൽ ചരിത്രത്തിൽ അറിയപ്പെട്ടു പോന്നു. ഈശോ മിശിഹായും മാർത്തോമാ ശ്ലീഹായും സുറിയാനി ഭാഷ സംസാരിച്ചിരുന്നുവെന്നും ക്രൈസ്തവ വിശ്വാസം ഈ സുറിയാനി തനിമയിൽ തന്നെ ലഭിച്ചവരാണെന്നും മാർത്തോമ നസ്രാണികൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നും വിളിച്ചു പോന്നു. മാർത്തോമ ക്രിസ്ത്യാനികൾ തനതായൊരു സഭാ ജീവിത ശൈലി വളർത്തിയെടുത്തിരുന്നു. ക്രൈസ്തവ വിശ്വാസവും ഇന്നാട്ടിലെ സംസ്കാരവും സമരസപ്പെടുത്തിക്കൊണ്ടിയുള്ള ഒന്നായിരുന്നു അത്. മാർത്തോമ നസ്രാണികളുടെ ആദ്യകാല പാരമ്പര്യങ്ങളും ജീവിതശൈലിയും പുത്തനങ്ങാടി സെയിന്റ് ജോർജ് സൺഡേ സ്കൂളിലെ കുട്ടികൾ വിശ്വാസോത്സവത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുകയുണ്ടായി. പുത്തനങ്ങാടി പള്ളി. പുറക്കാട് തുറമുഖത്തിന്റെ പ്രതാപം നശിച്ചതോടുകൂടി ആ തുറമുഖം വഴി വ്യവസായം നടത്തിയിരുന്ന ക്രിസ്ത്യാനികളിൽ പലരും പുറക്കാട്ട് നിന്ന് ആലപ്പുഴയിലെത്തി താമസം ആരംഭിച്ചു. കൊമേഴ്ഷ്യൽ കനാലിന്റെ വടക്കേക്കരയിൽ സുറിയാനി ക്രിസ്ത്യാനികളും തെക്കേക്കരയിൽ മുസ്ലിങ്ങളും വന്ന് താമസിച്ചു. ക്രിസ്ത്യാനികൾ താമസിച്ച ഭാഗത്ത് അങ്ങാടിയും വ്യവസായവും വളർന്നപ്പോൾ അത് പുത്തനങ്ങാടി എന്ന പേരിൽ അറിയപ്പെട്ടു. പുത്തനങ്ങാടിയുടെ ആവിർഭാവത്തോടുകൂടി അതുവരെ നിലനിന്നിരുന്ന അങ്ങാടി പഴയങ്ങാടിയായി മാറി. വ്യവസായ പ്രമുഖനായിരുന്ന തച്ചിൽ മാത്തൂത്തരകൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 64 ക്രൈസ്തവ കുടുംബങ്ങളെ ആലപ്പുഴയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അവരിൽ നല്ലൊരു ഭാഗം പുത്തനങ്ങാടി ഭാഗത്താണ് താമസമുറപ്പിച്ചത്. അവർ താമസിച്ച ഭാഗം സെന്റ് ജോർജ് സ്ട്രീറ്റായി തീർന്നു. ഈ ഭാഗം ക്രമേണ ആലപ്പുഴയുടെ വാണിജ്യ സിരാ കേന്ദ്രമായി മാറി. പുത്തനങ്ങാടിയിലെ ക്രൈസ്തവ കുടുംബങ്ങളുടെ പ്രതിനിധികൾ 1744 ജനുവരി 10-ാം തീയതി അമ്പലപ്പുഴയിലെ ചെമ്പകശ്ശേരി രാജാവിനെ നേരിൽ കണ്ട് നിവേദനം നടത്തിയതിന്റെ ഫലമായി പുത്തനങ്ങാടി ഭാഗത്ത് ഒരു പള്ളി വയ്ക്കുവാനുള്ള സ്ഥലം രാജാവ് കരമൊഴിയായി നൽകുകയും അവിടെ ഒരു പള്ളി വെച്ചു കൊടുക്കുവാൻ കൊട്ടാരം കാര്യസ്ഥനായ പുതുമന ദാമോദരൻ നമ്പൂതിരിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പള്ളി നിർമ്മിക്കുന്നതിനും അതിൻ്റെ നടത്തിപ്പിനുമായി സർക്കാർ ഖജനാവിൽ നിന്നും 2000 ചക്രം പള്ളി നിർമ്മാണത്തിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച അന്നത്തെ ഗീവർഗീസ് ഭജന സംഘം പ്രസിഡന്റിനെ ഏൽപ്പിച്ചതായി പറയപ്പെടുന്നു. അങ്ങനെ 1745 സെന്റ് ജോർജിന്റെ നാമത്തിൽ ഓലമേഞ്ഞ ഒരു ദേവാലയം പുത്തനങ്ങാടിയിൽ സ്ഥാപിതമായി. കാലങ്ങൾ പിന്നിട്ടതോടെ പുത്തനങ്ങാടിയുടെ പരിസര പ്രദേശങ്ങളിലുമുള്ള വിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഓലമേഞ്ഞ പഴയ ദേവാലയം അപര്യാപ്തമായി തീർന്നതിനാൽ പുതിയൊരു ദേവാലയം നിർമ്മിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഇന്ന് കാണുന്ന മനോഹരമായ ദേവാലയത്തിന് 1939 ഡിസംബർ 22-ന് ചങ്ങനാശ്ശേരി മെത്രാനായിരുന്ന മാർ ജെയിംസ് കാളാശ്ശേരി അടിസ്ഥാന ശില സ്ഥാപിച്ചു. 1954 പണി പൂർത്തിയാക്കിയ ദേവാലയം ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്ത മാർ മാത്യു കാവുകാട്ട് വെഞ്ചരിച്ചു. ചക്കര വ്യാപാരം കൂടുതലായി നടന്നിരുന്ന കടവിനോട് ചേർന്നാണ് പള്ളി സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടവിനെ ചക്കരക്കടവെന്നും ഇവിടെയുള്ള പള്ളിയെ ചക്കരക്കടവ് പള്ളി എന്നും വിളിക്കപ്പെട്ടു പോന്നു. തൊഴിൽ. മാർത്തോമ ക്രിസ്ത്യാനികൾ കൃഷി, വാണിജ്യം, സൈനിക സേവനം എന്നിവയിൽ പ്രാവീണരായിരുന്നു. സുഗന്ധവിളകളായ കുരുമുളക്, ഏലം, കറുവാപ്പട്ട തുടങ്ങിയവയുടെ വ്യാപാരം അവരുടെ കുത്തകയായിരുന്നു. ഭാരതീയരായ മാർത്തോമ ക്രിസ്ത്യാനികളുടെ സ്വാധീനം കുരുമുളക് വ്യാപാരത്തിലുണ്ട് എന്ന് 1542 മാർ യാക്കോബ് പോർച്ചുഗൽ രാജാവിന് എഴുതുകയുണ്ടായി. സൈനിക സേവനം. സമൂഹത്തിൽ ഉന്നത വർഗക്കാരായി കരുതപ്പെട്ടിരുന്ന മാർത്തോമ ക്രിസ്ത്യാനികൾ സൈനിക വൃത്തിയിലും ഏർപ്പെട്ടിരുന്നു. അവരെ ആശ്രയിച്ചാണ് യുദ്ധത്തിൽ രാജാവിന്റെ വിജയവും പരാജയവുമെല്ലാം എന്ന് പറയപ്പെട്ടിരുന്നു. പള്ളികൾ പണിയിക്കുവാനും കരമൊഴിയായി വസ്തുക്കൾ നസ്രാണികൾക്ക് നൽകുവാനും ഇത് അക്രൈസ്തവ രാജാക്കന്മാരെ പ്രേരിപ്പിച്ചിരുന്നു. 8 മുതൽ 20 വയസ്സുവരെ അവർ സൈനിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നു. കുടുംബങ്ങളിലെ ആചാരങ്ങൾ. ശിശു ജനിച്ചാലുടനെ തേനിലോ നെയ്യിലോ പൊന്നരച്ച് കൊടുത്തിരുന്നു. വേദപുസ്തകത്തിൽ നിന്നുള്ള പേരുകളാണ് പൊതുവെ കൊടുത്തിരുന്നത്. പൂർവികരുടെ പേരുകൾ നൽകി അവരുടെ ഓർമ്മ നിലനിർത്തുക ഇപ്പോഴും ഒരു ആചാരമാണ്. 11 മാസം പ്രായമാകുമ്പോൾ
കുട്ടിക്ക് സഘോഷമായി ചോറൂണ് നടത്തിയിരുന്നു. അക്ഷരമാല പഠിക്കുവാൻ തുടങ്ങുന്നത് ഒന്നാമത്തെ അക്ഷരം അരിയിൽ എഴുതിക്കൊണ്ടാണ്. ഇവയിൽ പലതും യഹൂദരുടെ സമൂഹത്തിലെ ഉന്നത ജാതികളായ ബ്രാഹ്മണരുടെയും പ്രത്യേകതകളായിരുന്നു. മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പുറമെ ഒന്നിച്ച് നടക്കുകയോ പരസ്പരം സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. കുടുംബത്തിലെ പരമാധികാരി പിതാവാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുമായിരുന്നില്ല. ഭക്ഷണ സമയത്ത് ഭാര്യ ഭർത്താവിന് വിളമ്പിക്കൊടുക്കും. ഭാര്യമാർ ഭർത്താക്കന്മാരെ പേര് ചൊല്ലി വിളിച്ചിരുന്നില്ല. കുടുംബ പാരമ്പര്യം നിലനിർത്താൻ മാർത്തോമാ ക്രിസ്ത്യാനികൾ പെൺമക്കളുടെ സ്വത്തുക്കൾ അവകാശികളാക്കിയിരുന്നില്ല. പെൺകുട്ടികൾ ജനിച്ചാൽ മുതൽ ഭാവിയിൽ അവരുടെ വിവാഹാവസരത്തിൽ കൊടുക്കേണ്ട വിഹിതത്തെപ്പറ്റി ചിന്തിക്കുകയും പണവും സ്വർണവുമായി വരന് കൊടുക്കുവാൻ അവ സ്വരൂപിക്കുകയും ചെയ്തിരുന്നു. മിതവയം ശീലമാക്കുന്നതിനും കുടുംബ സ്വത്ത് ഛിന്നഭിന്നമാകാതിരിക്കുവാനും ഈ നസ്രാണി പാരമ്പര്യം സഹായിച്ചു. ആൺമക്കളില്ലാത്തവർ തായ് വഴിയിൽപ്പെട്ട ഒരാളെ ദത്തെടുത്തിരുന്നു. മെത്രാന്റെ സാന്നിധ്യത്തിലാണ് ഈ ദത്തെടുക്കൽ. വേഷവിധാനങ്ങൾ. ആഘോഷാവസരത്തിൽ ധരിക്കുവാൻ പ്രത്യേക അംഗവസ്ത്രം അവർക്കുണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ട് വരെ പുരുഷന്മാർ ഹിന്ദുക്കളെ പോലെ കാതുകുത്തുകയും കർണാഭരണങ്ങൾ അണിയുകയും തലമുടി നീട്ടി വളർത്തി കുടിമിയായി കെട്ടിവെക്കുകയും ചെയ്തിരുന്നു. കുടിമിയിൽ ധരിച്ചിരുന്ന കുരിശ് അവർ ക്രിസ്ത്യാനികളാണ് എന്നതിന്റെ അടയാളമായിരുന്നു. മാർത്തോമ ക്രിസ്ത്യൻ വനിതകളുടെ പാതിവൃത്യം സുപ്രസിദ്ധമാണ്. കൈകളും അരക്കെട്ടും വരെ മൂടിക്കിടക്കുന്ന ചട്ടയും കണങ്കാൽ വരെ എത്തുന്നതും പുറകിൽ വിശറി പോലെ ഞൊറിച്ചിലോട് കൂടിയതുമായ നീളമുള്ള മുണ്ടുമാണ് അവർ ധരിച്ചിരുന്നത്. ജാതി വ്യവസ്ഥ. ഔദ്യോഗികമായി നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ നസ്രാണികളും പാലിക്കേണ്ടി വന്നു. സമൂഹത്തിലെ ശ്രേഷ്ഠജാതിയിൽപ്പെട്ട ഹിന്ദുക്കളെ പോലെ മാർത്തോമ ക്രിസ്ത്യാനികളും താണജാതിക്കാരുടെ അടുക്കൽ പോവുകയോ അവരെ സ്പർശിക്കുകയോ ചെയ്തിരുന്നില്ല. താണജാതിക്കാർക്ക് അവർക്ക് വഴിമാറി കൊടുക്കേണ്ടിയിരുന്നു. താണജാതിക്കാരുടെ സാമീപ്യമോ സ്പർശനമോ മൂലം അശുദ്ധമാക്കപ്പെട്ട പദാർത്ഥങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് മാർത്തോമ ക്രിസ്ത്യാനികളുടെ സ്പർശനം മതിയെന്ന് ഉയർന്ന ജാതി ഹിന്ദുക്കൾ കരുതിയിരുന്നു. പള്ളി കയറ്റൽ. പ്രസവത്തിന് ശേഷം 40 ദിവസം കഴിഞ്ഞേ ക്രൈസ്തവ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിച്ചിരുന്നുള്ളൂ. പള്ളി കയറ്റൽ എന്നൊരു പ്രത്യേക ചടങ്ങ് തന്നെ ഉണ്ടായിരുന്നു. ബ്രാഹ്മണരുടെയും യഹൂദരുടെയും ഇടയിൽ നിലനിന്നിരുന്ന ഒരു ആചാരത്തിന്റെ ക്രൈസ്തവ രൂപമാണിത്. ദൈവാലയ സംവിധാനം. പള്ളികൾ ബാഹ്യമായി ഹൈന്ദവ ക്ഷേത്രങ്ങളെ പോലെയായിരുന്നു. മാർത്തോമ ക്രിസ്ത്യാനികൾ തങ്ങളുടെ നസ്രാണി പൈതൃകത്തിന്റെ തനിമയാർന്ന മാർത്തോമ സ്ലീവ ബഹുമാനതരങ്ങളോടെ വണങ്ങിയിരുന്നു. ദേവാലയത്തിന്റെ മധ്യം മുതൽ മുന്നോട്ടുള്ള ഭാഗം പുരുഷന്മാരും പിന്നിലുള്ള ഭാഗം സ്ത്രീകളും ഉപയോഗിച്ചിരുന്നു. ദേവാലയങ്ങളുടെ വാതുക്കലുള്ള നടപ്പുര മതകർമ്മങ്ങളുടെ സമയത്ത് പുരുഷന്മാരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു. ദേവാലയത്തിന്റെ അകം ദീർഘചതുരാകൃതിയിലുള്ള ഒരു ശാലയാണ്. അത് മദ്ബഹ, ക്രിസ്തോമ, ഹൈക്കല എന്നിങ്ങനെ 3ആയി വിഭജിക്കപ്പെട്ടിരുന്നു. വൈദിക പരിശീലനം. വൈദികർ രൂപതയ്ക്ക് വേണ്ടിയല്ല, ഇടവയ്ക്ക് വേണ്ടിയാണ് പട്ടമേറ്റിരുന്നത്. വിവാഹ ജീവിതം നയിക്കുന്നവർക്കും വൈദിക പട്ടം നൽകിയിരുന്നു. പൗരസ്ത്യ സഭകളിലെല്ലാം തന്നെ ഇന്നും ഈ പാരമ്പര്യം നിലവിലുണ്ട്. വൈദിക വിദ്യാർത്ഥിയെ ഇടവക പ്രതിനിധികൾ ദേശക്കുറി നൽകി മെത്രാന്റെ പക്കലേക്ക് അയക്കും. അതുവഴി ആ വിദ്യാർത്ഥിയുടെ പഠന ചെലവ് വഹിക്കുവാനുള്ള ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുന്നു. വിശുദ്ധരും പണ്ഡിതരുമായ മൽപ്പാന്മാരുടെ ശിക്ഷണത്തിലായിരുന്നു അവർ വൈദിക പരിശീലനം നൽകിയിരുന്നത്. ഇത് ഭാരതീയ ഗുരുകുല രീതിയിലുള്ള പരിശീലനമായിരുന്നു. പരിശീലനത്തിന് പ്രത്യേക സമയദൈർഘ്യമൊന്നുമില്ലായിരുന്നു. പട്ടം സ്വീകരിക്കാൻ യോഗ്യരാണെന്ന് കാണുന്നവരെ മൽപ്പാന്റെയും ആർച്ച് ഡീക്കന്റെയും പള്ളിയോഗത്തിന്റെയും ശുപാർശ അനുസരിച്ച് മെത്രാൻ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തും. പട്ടം സ്വീകരിച്ചു വരുന്ന വൈദികൻ തന്നെ അയച്ച ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്നു. വൈദികർക്ക് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. വൈദികനെ ഉപദ്രവിക്കുന്നത് കഠിന ശിക്ഷയ്ക്ക് അർഹമായിരുന്നു. ജനജീവിതവുമായി വളരെ ബന്ധപ്പെട്ട ജീവിതശൈലിയായിരുന്നു വൈദികരുടേത്. എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കുക എന്ന പാശ്ചാത്യ സഭയിലെ മധ്യകാലഘട്ട പാരമ്പര്യം ഭാരതസഭയിൽ ഇല്ലായിരുന്നു. വിശുദ്ധ കുർബാനയോടുള്ള വലിയ ഭക്തിയാണ് ഉണ്ടായിരുന്നത്. ദിവ്യബലിക്ക് മുമ്പ് മണിക്കൂറുകൾ വൈദികർ നിശബ്ദരായി പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിഞ്ഞിരുന്നു. പുതുതായി ചുട്ടെടുത്ത അപ്പം താമരയിലയിൽ അൾത്താരയിലേക്ക് കൊണ്ടുവന്നിരുന്നു.
വിശുദ്ധ കുർബാനയിൽ സമൂഹം വളരെ സജീവമായാണ് പങ്കുകൊണ്ടിരുന്നത്. വേദഭാഷ എന്ന നിലയിൽ സുറിയാനി പഠിക്കുകയും അതിലെ പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുന്നതിന് അവർക്ക് വലിയ താല്പര്യമായിരുന്നു. തിരുനാളിനോടും ഉപവാസത്തോടും അനുബന്ധിച്ച് പള്ളിയിൽ പന്തിഭോജനം നടത്തിയിരുന്നു. വൈദികർ മദ്ബഹായിലും അയൽമായർ പള്ളിക്കകത്തുമിരുന്നാണ് ഭക്ഷിക്കുക. തിരുനാളിനോടനുബന്ധിച്ച് അമ്പലങ്ങളിലെ പോലെ പ്രസാദം, ചില ഭക്ഷണ സാധനങ്ങൾ വിശ്വാസികൾക്ക് വിതരണം ചെയ്തിരുന്നു. ദുഃഖ്രാന തിരുനാൾ എല്ലാ ഇടവകളിലും ഒരു ശ്രാദ്ധ ദിനമായാണ് ആചരിച്ചിരുന്നത്. നോമ്പും ഉപവാസവും. നോമ്പും ഒരു നേരവും മറ്റു തപചര്യകളും മർത്തോമ ക്രിസ്ത്യാനികൾ കർശനമായി പാലിച്ചിരുന്നു. ഒരു നേര ദിവസം രാവിലെ കുളിച്ച് പള്ളിയിൽ പോയി ഉച്ചവരെയെങ്കിലും അവിടെ പ്രാർത്ഥനയിൽ കഴിയുക പതിവായിരുന്നു. പെസഹ വ്യാഴാഴ്ച മുതൽ ഉയിർപ്പ് ശനിയാഴ്ച വരെ ക്രൈസ്തവർ കഴിയുന്നതും നിശബ്ദത പാലിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമയം ചിലവഴിച്ചിരുന്നു. പെസഹ വ്യാഴാഴ്ച യഹൂദരുടെ പെസഹാചരണത്തെ അനുസ്മരിക്കുന്ന പ്രത്യേക ചടങ്ങുണ്ടായിരുന്നു. അത്താഴത്തോടനുബന്ധിച്ച് പ്രത്യേക തരത്തിൽ അപ്പവും മധുരപാനീയവും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാക്കിയിരുന്നു. കുടുംബനാഥന്റെ കാർമ്മികത്വത്തിൽ പ്രാർത്ഥനയുടെ അപ്പം മുറിക്കുകയും അത് കുടുംബാംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയും പതിവാണ്. മധുരപാനീയം പ്രത്യേകം തയ്യാറാക്കിയിരുന്നു. ഈശോയുടെ അന്ത്യത്താഴ കർമ്മത്തിന്റെ ഓർമ്മ കുടുംബങ്ങളിലും ആചരിക്കുന്നതിന് ഈ കർമ്മം മർത്തോമ ക്രിസ്ത്യാനികളുടെ ഭവനങ്ങളിൽ ഇപ്പോഴും ആചരിക്കപ്പെടുന്നുണ്ട്. മർത്തോമ ക്രിസ്ത്യാനികളുടെ പ്രധാന നോയമ്പുകൾ 25 നോയമ്പ്, 50 നോയമ്പ്, 3 നോയമ്പ്, 15 നോയമ്പ് എന്നീ നോയമ്പുകൾ അവരാചരിച്ചിരുന്നു. ഉപവാസ ദിവസങ്ങളിൽ ദാമ്പത്യ സംയോഗവും വെറ്റില മുറുക്കും അവർ വർജിച്ചിരുന്നു. ആർച്ച് ഡീക്കന്മാർ. കേരള സഭയിൽ അതിപ്രാചീന കാലം മുതൽ ജാതിക്യ കർത്തവ്യനും ഭരണകർത്താവുമായി ആർച്ച് ഡീക്കന്മാർ ഉണ്ടായിരുന്നു. സഭയിൽ മെത്രാൻ കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്ഥാനം ആർച്ച് ഡീക്കനാണ്. ആർച്ച് ഡീക്കൻ എന്ന വാക്കിന്റെ അർത്ഥം അജപാലന കാര്യങ്ങളിൽ സഹായിക്കുന്നവരിൽ പ്രധാനി എന്നത്രേ. സഭയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അദ്ദേഹത്തിന്റെ നേതൃത്വം അംഗീകരിച്ചിരുന്നു. പൊതുപ്രധാനമുള്ള തർക്കങ്ങൾ ഉന്നത തലത്തിൽ ആർച്ച് ഡീക്കനാണ് തീരുമാനിക്കുന്നത്. പള്ളി യോഗത്തിന്റെ പരിധിയിൽപ്പെടാത്ത സഭാകാര്യങ്ങളെല്ലാം ആർച്ച് ഡീക്കൻ വഴിയാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. മെത്രാൻ ധിക്കരിക്കപ്പെടുകയോ അധിക്ഷേപിക്കപ്പെടുകയോ ചെയ്യാതിരിക്കുവാനും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് ആധ്യാത്മിക ചൈതന്യം നഷ്ടപ്പെടാതിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും പഠിപ്പിക്കുവാൻ വളരെ സഹായകരമായിരുന്നു ഈ നടപടി. ആരാധനാ സമ്മേളനങ്ങളിലും ആർച്ച് ഡീക്കന് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. സഭയിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുടെ മേൽ വൈദികർ, വൈദിക വിദ്യാർത്ഥികൾ, സന്യാസിനിമാർ, അൽമായർ ആർച്ച് ഡീക്കന് അധികാരമുണ്ടായിരുന്നു. അവിവാഹിതരായ വൈദികരെ മാത്രമേ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചിരുന്നുള്ളൂ. ഇടവക ഭരണം. ഇടവകയുടെ ഭരണം നടത്തിയിരുന്നത് പള്ളി യോഗമാണ്. കുടുംബത്തലവന്മാരും തദ്ദേശീയ വൈദികരും ഉൾപ്പെട്ട ഒരു യോഗമാണ് ഓരോ സ്ഥലത്തെയും പള്ളിഭരണം നടത്തിയിരുന്നത്. ഇടവക വൈദികരിൽ പ്രായം ചെന്ന ആളാണ് പള്ളി യോഗത്തിന്റെ അധ്യക്ഷൻ. അദ്ദേഹം തന്നെയാണ് പള്ളിയിലെ മതകർമാനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതും. പള്ളിയോഗം പള്ളിയുടെ ഭൗതിക സ്വത്തുക്കളുടെ മാത്രമല്ല, ഇടവകയിലെ ക്രൈസ്തവ ജീവിതത്തിന്റെ മുഴുവൻ മേലന്വേഷണം വഹിച്ചിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ എല്ലാ വർഷവും നടക്കുന്നതാണ് വിശ്വാസോത്സവം. 10 ദിവസത്തെ കുഞ്ഞുങ്ങളുടെ വിശ്വാസ പരിശീലനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. ഈ വർഷം സെൻറ് ജോർജ് പുത്തനങ്ങാടി ഇടവക ദേവാലയത്തിൽ 10 ദിവസത്തെ വിശ്വാസ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ സഭയുടെ വലിയ പാരമ്പര്യമായിരുന്ന സുറിയാനി സംസ്കാരവും അതിൻ്റെ വേഷവിധാനങ്ങളും ഏതാണ്ട് 27ഓളം വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ ചിട്ടയായ പരിശീലനത്തിലൂടെ അവർ നേടിയെടുത്ത കാര്യം ഇന്നിവിടെ പ്രദർശിപ്പിക്കപ്പെടുകയായിരുന്നു. വളരെ കഷ്ടപ്പെട്ടും ഒരുപാട് സമയമെടുത്തുമാണ് ഈ ഒരു പരിപാടി ഇവിടെ സജ്ജീകരിച്ചത്. മർത്തോമ ക്രിസ്ത്യാനികളുടെ വിശ്വാസ ആചാരങ്ങളിലൂടെ ഒരു വിഹക വീക്ഷണം നടത്തുകയായിരുന്നു നാം. ഒരു അപ്പസ്തോല സഭയുടെ 2000 വർഷത്തെ ജീവിതശൈലി വിശദമായി മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും പല നല്ല പാരമ്പര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് കൈമാറുവാൻ ഇവ പര്യാപ്തങ്ങളാണ്. 1990 ഒക്ടോബർ 18 റോമിൽ വെച്ച് പൗരസ്ത്യ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ജോൺ പോൾ II മാർപ്പാപ്പ പ്രസിദ്ധപ്പെടുത്തിയ കാനൻ നിയമസംഹിതയുടെ ആമുഖത്തിൽ നിർദ്ദേശിക്കുന്നു: പൗരസ്ത്യ സഭാ പൈതൃകം ലിറ്റർജിയെ പോലെ ഓരോ സഭയുടെയും പുരാതന ഭരണക്രമത്തിൽ പുനരുദ്ധീകരിക്കേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ള കാര്യമായി പ്രഖ്യാപിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുന്ന നസ്രാണി സഭാതനയർക്ക് ഇത് ഒരു കാലോചിത പ്രവാചക ദൗത്യവുമാണ്.